Hello friends, welcome back to Arraysworld. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ 7th ഡേ ആണ് ഇന്ന്. ഇത് ഫൈനൽ ഡേ ആണ്. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ഈ ജേർണി ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ്. പക്ഷേ ഇത് സ്റ്റോപ്പായി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചും പഴയ ആ ഒരു ഡെയിലി റൊട്ടീനിലേക്ക് ഡയറ്റിലേക്ക് പോകരുത്. നമ്മൾ കുറച്ച് കൺട്രോളായിട്ട് വേണം നമ്മുടെ ഫുഡൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ എക്സസൈസുകൾ, അതായത് മോർണിംഗ് വാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ചെറിയൊരു തിരുത്തലുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് 7 ഡേയ്സിൽ 7 kg ആണ് കമ്മിയാവുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇവിടെ കമ്മിയായത് 7 ഡേയ്സിൽ 8 kg ആണ് എൻ്റെ വെയിറ്റ് ഞാൻ കമ്മിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പോലെ ഇന്നത്തെ ഡേയും നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കാലത്ത് ഞാൻ 1 ഗ്ലാസ് വെള്ളവും 5 കുതിർത്ത ബദാമും 1 ഈത്തപ്പഴവും കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡേ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ബദാമിൻ്റെയും ഡേറ്റ്സിൻ്റെയും ഒക്കെ ബെനിഫിറ്റ്സ് ഞാൻ ഡേ 1 വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയായി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സക്സസ്ഫുള്ളായി നമ്മുടെ 6 ദിവസം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇന്ന് ഡേ 7 ആണ് വെയിറ്റ് ലോസ് ജേർണിയുടെ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ സാലഡാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെള്ളരിക്ക കട്ട് ചെയ്തത്, പിന്നെ ക്യാരറ്റ്, പിന്നെ കുറച്ച് ഒലീവ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്പ്രൗട്ട്സ്, അതായത് കടലയും ചെറുപയറും വെള്ളത്തിലിട്ടിട്ട് മുള പൊട്ടിയ മാതിരി വരുമല്ലോ, അപ്പോൾ അതും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ സാലഡായി നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഓറഞ്ചും എടുത്തിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസായി കുടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ അതിൽ ഈ ഫൈബറൊക്കെ പോവുമല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ ഓറഞ്ച് ഡയറക്റ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെയും വെജിറ്റബിൾ സാലഡ്സിൻ്റെയും ബെനിഫിറ്റ്സ്, അതായത് നമ്മുടെ വെയിറ്റ് ലോസിന് എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതെല്ലാം ഞാൻ നേരത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് എല്ലാം ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 10:30 മണിയാണ്. നമുക്ക് ബ്രഞ്ച് കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ ബ്രഞ്ചിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരമുറി പപ്പാളിയാണ്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ഞാൻ ഡേ 1 വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമുക്ക് ലഞ്ച് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ലഞ്ച് കഴിക്കേണ്ടത് നമ്മൾ 1 മണിയിൽ നിന്ന് 2 മണീൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചിനായി എടുത്തിരിക്കുന്നത് 1 ബൗൾ ബ്രൗൺ റൈസും അതിൻ്റെ കൂടെ 1 എഗ്ഗും. എഗ്ഗ് ഞാൻ ബുൾസേ ആയിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രം എണ്ണയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാനിവിടെ ബട്ടറിലാണ് എഗ്ഗ് ബുൾസേ ആക്കി എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 വെണ്ടയ്ക്ക കറിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പരിപ്പോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ 1 ഗ്ലാസ് വെള്ളവും. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ലഞ്ചിനായി എടുത്തിരിക്കുന്നത്. അപ്പോൾ എഗ്ഗിനെ കുറിച്ചിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോ, അതായത് ഡേ 6 വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അത് എന്തിനാണ് ഞാൻ ഇങ്ങനെ വെറുതെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡേ 6 അല്ലെങ്കിൽ ഡേ 7 വീഡിയോ കണ്ടിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഈ വെയിറ്റ് ലോസ് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡേ 1 മുതലുള്ള വീഡിയോസ് കണ്ടാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും എന്നെപ്പോലെ വെയിറ്റ് നിങ്ങൾക്കും കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനാണ് ഞാനിത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ലഞ്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈവനിങ് സ്നാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്കായി എടുത്തിരിക്കുന്നത് തണ്ണിമത്തനാണ്. ഒരു 1/4 ഭാഗം തണ്ണിമത്തൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഡേ 1 വീഡിയോയിൽ ഞാൻ ഈ തണ്ണിമത്തനെ കുറിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ തണ്ണിമത്തനിൽ 90% വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ തണ്ണിമത്തൻ ഫുള്ളായി കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വെള്ളം കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വെള്ളം ഇവിടെ കംപ്ലീറ്റ് ആയി കുടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഡിന്നറിന് മുന്നിലുള്ള സ്നാക്ക് എന്താണെന്ന് നോക്കാം.
അപ്പോൾ 6 മണിയിൽ നിന്ന് 7 മണീൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ സ്നാക്ക് കഴിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ സ്നാക്കായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിവി ഫ്രൂട്ടാണ്. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കിവി ഫ്രൂട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഈ ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്രൂട്ടിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഈ കിവി ഫ്രൂട്ടിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഫ്രൂട്ട് കഴിക്കുന്നത് മൂലം നമ്മുടെ ഈ ഇടുപ്പിന് അടിയിലുള്ള ഈ കൊഴുപ്പുകളൊക്കെ ഇത് അലിയിച്ച് കളയാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവലെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും ഈ കിവി ഫ്രൂട്ടിന് സാധിക്കും. ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ മാത്രമല്ല, നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഒരു കിവി ഫ്രൂട്ട് എല്ലാവരും കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ ഞാൻ ഫിനിഷാക്കി കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിന്നർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡിന്നർ ഇന്നത്തെ ഇതാണ്. അതായത് ബോയിൽഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പിയെല്ലാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇതിൽ ഞാൻ ഇന്ന് കുരുമുളകും ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ബോയിൽഡ് വെജിറ്റബിൾസ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നല്ല ഞാൻ ഇതിന് മുന്നിലുള്ള വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോരോ വീഡിയോസിലും ഈ 7 ഡേയ്സിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഡിന്നർ ഞാനിവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വെയിറ്റ്, അതായത് ഇത്രയും ദിവസം ഈ 7 ഡേയ്സിൽ ഞാൻ എത്ര കിലോ ടോട്ടലായിട്ട് കമ്മിയായി എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7 ഡേയ്സിൽ 7 kg ആണ് കമ്മിയാവാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കാലം പറഞ്ഞത്. പക്ഷെ ഞാൻ കമ്മിയായത് 7 ഡേയ്സിൽ 8 കിലോഗ്രാം ആണ്. അപ്പോൾ അത് വളരെ എന്താ പറയുക, നല്ലൊരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു വെയിറ്റ് റിഡക്ഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇത് സ്ട്രിക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വെയിറ്റ് 55.1 kg ആണ്. അതായത് ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് 63.4 kg ആണ്. അപ്പോൾ അതിൽ നിന്ന് 8 കിലോനാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ കമ്മിയായിരിക്കുന്നത്. സോ ഇത് നല്ലൊരു വെയിറ്റ് ലോസ് റിഡക്ഷനാണ്. സോ എല്ലാവരും ഈ ഡയറ്റ് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് എല്ലാം വളരെ ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആകും എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ Arraysworld ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിനി പുതിയ വെറൈറ്റി വീഡിയോസുകളായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.